നമസ്കാരം. സിംപ്ലി ഫൈവിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കോർപ്പറേറ്റ് ലൈഫിൽ പലപ്പോഴും പ്രസൻറ്റേഷൻസ്, ഇൻ്റർവ്യൂസ് ഇങ്ങനെ നമ്മളെ വളരെ ഒരു മുൾമുനയിൽ നിർത്തുന്ന ഓരോ ഇവൻറ്റ്സ് വരാറുണ്ടല്ലേ. ഇതെങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുക? അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് വരുമ്പോൾ അതിന് മുമ്പിൽ നമ്മളുടെ ഉള്ളിൽ ബിൽഡാവുന്ന ഒരു സ്ട്രെസ് ഡിറ്റോക്സ് ചെയ്ത് എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ ഒക്കെ നമ്മൾ ചെയ്യുന്നത്. ഇതാണ് ഇന്ന് നമ്മൾ പറഞ്ഞു പോകുന്നത്. നമ്മുടെ കോർപ്പറേറ്റ് ലൈഫിലും നമ്മുടെ പേഴ്സണൽ ലൈഫിലും വരുന്ന പല സിറ്റുവേഷൻസിനെ പറ്റിയിട്ട് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യും. ആ സിറ്റുവേഷൻസ് എങ്ങനെയാണ് 5 ടിപ്സിലൂടെ സോൾവ് ചെയ്ത് പോകുന്നത് എന്ന് പറയുന്ന പ്രോഗ്രാമാണ് സിംപ്ലി ഫൈവ്. ഇൻ്റർവ്യൂ, പ്രസൻറ്റേഷൻ ഇങ്ങനെ ഓരോ സിറ്റുവേഷൻസ് വരുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മളുടെ ഉള്ളിൽ സ്ട്രെസ്സ് ബിൽഡാവുന്നത്? അതിന് കുറച്ച് കാരണങ്ങളുണ്ട് കേട്ടോ. ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് ഫിയർ ഓഫ് ജഡ്ജ്മെൻ്റ് ആണ്. നമ്മൾ ചെയ്യുന്ന ഒരുപക്ഷെ നമ്മളൊരു കമ്പനിയിൽ 10-20 കൊല്ലം വർക്ക് ചെയ്ത ആളായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഇഷ്ടംപോലെ പ്രസൻറ്റേഷൻസും അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇൻ്റർവ്യൂസും കൊടുത്ത ഒരു വ്യക്തിയായിരിക്കാം. എന്നാൽ പോലും നമ്മളെ അവർ ജഡ്ജ് ചെയ്യുമോ, എങ്ങനെ ജഡ്ജ് ചെയ്യും എന്നുള്ള ആ ഫിയർ ഓഫ് ജഡ്ജ്മെൻ്റ് ആണ് നമ്മളെപ്പോഴും ഇൻ്റർവ്യൂവിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ്റെ മുമ്പിൽ സ്ട്രെസ്സ് ബിൽഡാക്കാനുള്ള മെയിൻ കാരണം. അത് എന്തായാലും ഉണ്ടാവും. അവർ നമ്മളെ ജഡ്ജ് ചെയ്യും. നമ്മളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പ്രസൻറ്റേഷൻ ചെയ്യുന്നത്, നമ്മളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്നത്. പക്ഷെ നമ്മളത് ആലോചിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ആകെ സ്ട്രെസ്സ് ബിൽഡാവും. ഇത് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, അതായത് ഇൻ്റർവ്യൂ ആയിക്കോട്ടെ പ്രസൻറ്റേഷൻ ആയിക്കോട്ടെ, അതിന് ശേഷം എന്താകും എന്നുള്ള അൺസർട്ടാനിറ്റിയാണ്. ഈ അൺസർട്ടാനിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ കൊടുത്തിട്ട് നമ്മൾ അവർ സെലക്ട് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും, അല്ലെങ്കിൽ നമ്മൾ പ്രസൻറ്റേഷൻ കാണിച്ചിട്ട് അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് പറ്റും എന്നുള്ള അൺസർട്ടാനിറ്റിയാണ് നമ്മുടെ ഉള്ളിൽ ആ സ്ട്രെസ്സ് ബിൽഡ് ചെയ്യുന്നത്. മൂന്നാമത്, നമ്മൾ പെർഫെക്ഷൻ ആവണം എന്ന് കുറേ ആൾക്കാരിൽ പെർഫെക്ഷൻസ് ഉണ്ട്. അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യണം എന്നുള്ളത് വളരെ നല്ല ട്രേറ്റ് ആണ്. പക്ഷേ പെർഫെക്ഷനിസം കൂടുമ്പോൾ എന്ത് പറ്റും? ഇതെല്ലാം നമുക്ക് സ്ട്രെസ്സായിട്ട് വരും. അപ്പോൾ നമ്മൾ പെർഫെക്ഷനിസം വേണ്ട എന്നല്ല പറയുന്നത്, അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ഇവൻറ്റിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ ഉള്ളിൽ വല്ലാണ്ട് സ്ട്രെസ്സ് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണെന്ന് അറിയുന്നത്, നമ്മളുടെ ഈ തോട്ട്സ് ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ജഡ്ജ്മെൻറ്റലാവും, നമ്മളെ ആൾക്കാർ ജഡ്ജ് ചെയ്യും, ഇതിന് ശേഷം എന്താവും എന്നൊക്കെ ഉള്ള ഒരു കൂട്ടം തോട്ട്സ് ആണ് നമ്മളിൽ ശരിക്കും ആ സ്ട്രെസ്സ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ ആ തോട്ട്സിനെ ഒന്ന് നിയന്ത്രിക്കുക എന്നുള്ളതാണ്. സോ ദ ടിപ്പ് നമ്പർ 1 is കൺട്രോൾ യുവർ നെഗറ്റീവ് തോട്ട്സ്. നമ്മളുടെ ഉള്ളിൽ സ്ട്രെസ്സ് ബിൽഡ് ചെയ്യാൻ കാരണമായിട്ടുള്ള തോട്ട്സിനെ ഒന്ന് നമ്മൾ കൺട്രോൾ ചെയ്യണം. ഈ തോട്ട്സിനെ കൺട്രോൾ ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് കാര്യം കഴിഞ്ഞു. പക്ഷേ എങ്ങനെ ഈ തോട്ട്സിനെ കൺട്രോൾ ചെയ്യുന്നത്, അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതിന് ഏറ്റവും നല്ലൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു സ്ട്രെസ്സ് ബിൽഡ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മളൊരു ഡീപ്പ് ബ്രെത്ത് എടുക്കുക. ആ ഡീപ്പ് ബ്രെത്ത് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ മിനിമം 1, 2, 3, 4 അങ്ങനെ ഒരു 4 സ്റ്റെപ്സിൽ വളരെ ഡീപ്പായിട്ടൊരു ബ്രെത്ത് എടുക്കുക. ആ ബ്രെത്ത് എടുത്തതിന് ശേഷം ഹോൾഡ് ചെയ്ത് പിടിക്കണം. നമുക്ക് എത്ര നേരം ഹോൾഡ് ചെയ്യാൻ പറ്റുമോ അത്ര നേരം ഹോൾഡ് ചെയ്യണം. ആൻഡ് സ്റ്റാർട്ട് കൗണ്ടിങ്. 1, 2, 3, 4, 5 ഇങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്യണം. അതിനുശേഷം ബ്രീത്ത് ഔട്ട് വിത്ത് എനർജി. ഇങ്ങനെ ബ്രീത്ത് ഔട്ട് ചെയ്യണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബ്രീതിങ് ടെക്നിക്കാണ്. ഇത് നമുക്ക് എന്ത് നെഗറ്റീവ് ഇമോഷൻ നമ്മുടെ ഉള്ളിൽ ബിൽഡ് ചെയ്താലും, ചില സമയങ്ങളിൽ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഭയങ്കര വിഷമിച്ച് കരഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരും. ആ സമയങ്ങളിൽ അല്ലെങ്കിൽ നമുക്കൊരു ഇവൻറ്റിന് മുമ്പായിട്ട് നമുക്കൊരു ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് ബിൽഡ് ആവാൻ തോന്നുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ബ്രീതിങ് ടെക്നിക്കാണ്. പിന്നെ രണ്ടാമത്, നമ്മൾ ഈ ബ്രീതിങ് എക്സസൈസ് ഇതൊക്കെ കൺട്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തോട്ട്സ് വരും. കാരണം നമ്മൾ ഉടനെ ഇനിയിപ്പോൾ ഇൻ്റർവ്യൂവിന് പോവുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ടെൻഷൻ അടിച്ച് ഇൻ്റർവ്യൂവിന് പോയി നമുക്കൊന്നും പറയാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ പ്രസൻറ്റേഷന് പോയി ഒന്നും പറയാൻ പറ്റാതിരിക്കുക എന്നുള്ളതിന് ഒരു കാരണമുണ്ടാവും. നമ്മുടെ ഉള്ളിൽ ഒരു ഇൻസെക്യൂരിറ്റി. എന്തുകൊണ്ടാണ് നമുക്ക് ഇൻ്റർവ്യൂവിന് പെർഫോം ചെയ്യാൻ പറ്റാത്തത്? കാരണം നമുക്ക് അവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞൂടാന്നുള്ളൊരു വിശ്വാസം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ പ്രസൻറ്റേഷൻ നമ്മൾക്ക് ബെസ്റ്റായിട്ട് നമ്മൾ ചെയ്തില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും. അതാണ് നിങ്ങളുടെ ഉള്ളിൽ സ്ട്രെസ്സ് ബിൽഡ് ചെയ്യുന്ന കാരണമെങ്കിൽ ഫൈറ്റ് ഇറ്റ് ഔട്ട്. എങ്ങനെയാണത് ഫൈറ്റ് ചെയ്യുക? സോ ദ ടിപ്പ് നമ്പർ 2 is കം ഫുള്ളി പ്രിപ്പയർഡ്. നമുക്ക് എത്ര പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ അത്രയും നന്നായി നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ടെൻഷനൊന്നും വേണ്ട, സ്ട്രെസ് ഒന്നും വേണ്ട. നമ്മൾ ലോജിക്കലി ആലോചിച്ച് നമ്മൾ മാക്സിമം പ്രിപ്പറേഷൻ എടുത്ത് വരിക. ഇപ്പോൾ ഇഷ്ടംപോലെ AI ഏജൻസ് ഒക്കെ ഉണ്ടല്ലോ, Copilot, ChatGPT. നമുക്ക് നമ്മുടെ പ്രസൻറ്റേഷൻ എങ്ങനെയാണ് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് അവരോട് ചോദിച്ചാൽ തന്നെ പറഞ്ഞുതരും.
അങ്ങനെയൊക്കെ നമുക്ക് എന്തൊക്കെ റിസോഴ്സസ് ഇൻഫർമേഷൻ എടുക്കാൻ പറ്റുമോ ആ ഇൻഫർമേഷനൊക്കെ എടുത്ത് വേണമെങ്കിൽ 1-2 മോക്ക് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് എന്നിട്ട് ഇൻ്റർവ്യൂവിന് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് യു ആർ വെൽ പ്രിപ്പയർഡ്. പിന്നെ നമ്മളുടെ ഈ തോട്ട്സ്, നെഗറ്റീവ് സെൽഫ് ടോക്സ് നമ്മൾ മനസ്സിലാണ് തിങ്ക് ചെയ്യുന്നതെങ്കിലും ഇതെല്ലാം പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, എപ്പോഴെങ്കിലും സ്ട്രെസ്സ് ബിൽഡ് ആകുമ്പോഴുണ്ടല്ലോ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടുന്ന പോലെ തോന്നും. നമുക്കിങ്ങനെ ശ്വാസം എടുക്കുന്നത് കുറച്ചും കൂടെ വികർസാവും, നമ്മൾ സ്വെറ്റ് ചെയ്യാൻ തുടങ്ങും, നമുക്ക് ഈവൻ നമ്മുടെ കണ്ണ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും. ആ സ്ട്രെസ് ലെവൽ കൂടുന്നതനുസരിച്ച് നമുക്ക് ഈ എന്താ പറയുക, ഈ ആട്രിബ്യൂട്ട്സ് എല്ലാം നമുക്ക് കൂടുതലായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2-3, അതായത് നമ്മുടെ സ്ട്രെസ്സ് ഡിറ്റോക്സ് ചെയ്യാൻ പറ്റുന്ന 2-3 സിമ്പിൾ എക്സസൈസ് ഉണ്ട്. ആ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സെറ്റിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. പക്ഷേ നമ്മളുടെ ബോഡിയിൽ വരുന്ന, നമ്മൾ സ്ട്രെസ് എടുക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ബലം പിടിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ആ ബലം പിടിക്കുന്ന മസിൽസിനെ ഒന്ന് അഴിച്ചു വിടാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഫാസ്റ്റായിട്ട് ഹാൻഡ്സ് റബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ഓരോ ജോയിൻറ്റ്സും ഇങ്ങനെ ഒന്ന് ജമ്പ് ചെയ്യുക. അവിടെ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് നമ്മളൊന്ന് എക്സസൈസ് ചെയ്യുക. ഇല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് ഒരു സ്റ്റെപ്പ്, ഇപ്പോൾ നമ്മളൊരു പബ്ലിക് ഇതിനാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് അവിടെ കിടന്ന് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റണമെന്നില്ല അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫാസ്റ്റായിട്ട് ഒന്ന് നടന്നിട്ട് വരിക, അല്ലെങ്കിൽ ഒന്ന് സ്റ്റെപ്പ് കയറിയിട്ട് ഇറങ്ങുക. ഇങ്ങനെ ചെയ്യുമ്പോൾ യു വിൽ സീ ദാറ്റ് ആ ബിൽഡ് ചെയ്യുന്ന എനർജി പെട്ടെന്ന് വെയർ ഔട്ട് ചെയ്യും. നമ്മൾ സ്റ്റെപ്പ് കയറുക എന്ന് പറയുമ്പോൾ 2 സ്റ്റെപ്പ് നടന്നിട്ട് വരരുത്, ഒരു 3-4 പ്രാവശ്യം ഒരു സ്റ്റെപ്പ് കയറി ഇറങ്ങണം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ടയർഡാവുമ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. ആ സ്ട്രെസ്സ് പെട്ടെന്ന് തന്നെ താഴേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. സോ ദ ടിപ്പ് നമ്പർ 3 ഈസ് ഫോക്കസ് ഓൺ ഡീആക്ടിവേഷൻ ഓഫ് സ്ട്രെസ് എക്സസൈസ്. ഡീആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടി, സ്ട്രെസ്സ് ഡീആക്ടിവേറ്റ് ചെയ്യാനുള്ള എക്സസൈസിൽ ഫോക്കസ് ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നതോ, അല്ലെങ്കിൽ നമ്മളൊന്ന് ഫാസ്റ്റായിട്ടൊന്ന് നടക്കുന്നതോ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളൊന്ന് ചെറുതായിട്ടൊരു ജോഗ് ചെയ്യുന്നതോ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്ട്രെസ്സ് കുറയും. ആൻഡ് ഓൾസോ റിമെമ്പർ ദാറ്റ് ഡ്രിങ്കിങ് വാട്ടർ ബ്രിങ്സ് ഡൗൺ യുവർ സ്ട്രെസ് ലെവൽ. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും സ്ട്രെസ്സ് വരികയാണെന്ന് തോന്നുകയാണ് ഒരു ഇവൻറ്റിന് മുമ്പ്, പെട്ടെന്ന് തന്നെ നമ്മുടെ തൊണ്ടയെല്ലാം ഭയങ്കര ഡ്രൈ ആയിട്ട് നമുക്ക് പലപ്പോഴും സംസാരിക്കാൻ പറ്റാത്ത പോലെ വരും അല്ലേ. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ഇവൻറ്റിന് മുമ്പ് നമുക്ക് സ്ട്രെസ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ടിപ്പ് നമ്പർ 4 ഇസ് ഡ്രിങ്ക് മോർ ദാൻ ഇനഫ് വാട്ടർ. ആവശ്യം എന്ന് തോന്നുന്നതിനെക്കാട്ടിയും കുറച്ച് കൂടുതൽ വെള്ളം കുടിച്ചോളൂ. വെള്ളം കുടിക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സ്ട്രെസ് ഓട്ടോമാറ്റിക്കലി റിലീസ് ആവും. നമ്മളുടെ മസിൽസ് ഇങ്ങനെ ബലം പിടിക്കുന്നതും കുറച്ചൊന്ന് റിലാക്സ് ആവും. പിന്നെ നമ്മളൊരു പ്രസൻറ്റേഷനും അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും നമ്മളെപ്പോഴും നമ്മുടെ ഉള്ളിൽ ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയും. സ്ട്രെസ്സ് കുറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ കുറച്ച് സ്ട്രെസ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മുടെ പുറമേ നിൽക്കുന്ന ഒരാൾക്ക് കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു ടെക്നിക്ക്. നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ ആകെ ഇങ്ങനെ ടെൻഷനായിട്ട് നമ്മളിങ്ങനെ ആകെപ്പാടെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ കാണിച്ചാൽ തന്നെ നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തിൽ തീരുമാനമായി കിട്ടും. അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ, നമ്മളിനി എത്ര നല്ല പ്രസൻറ്റേഷനൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോകുന്നതെങ്കിലും നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. സോ വാട്ട് വി ക്യാൻ ഡു ഇസ്, നമ്മളുടെ കോൺഫിഡൻസ് ഇല്ലായ്മ ഹൈഡ് ചെയ്തിട്ട് ഉള്ള കോൺഫിഡൻസ് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. സോ ദ ടിപ്പ് നമ്പർ 5 ഇസ് ഷോ ദാറ്റ് യു ആർ കോൺഫിഡൻറ്റ്. നമ്മൾ അതെങ്ങനെയാണ് കാണിക്കുക നമ്മൾ കോൺഫിഡൻ്റ് ആണെന്നുള്ള, നമ്മളുടെ പോസ്റ്ററിലാണ്. നമ്മളെപ്പോഴും കോൺഫിഡൻ്റ് ആണെങ്കിൽ നമ്മൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക ആൻഡ് ലുക്ക് അറ്റ് ദെം ഇൻ ദിയർ ഐസ്. നമ്മൾ ഇൻ്റർവ്യൂവിന് പോയാലും അതുപോലെ പ്രസൻറ്റേഷനാണെങ്കിലും ഒരു കൂട്ടം ആൾക്കാരുണ്ടെങ്കിൽ ഒരാളെ മാത്രം നോക്കി സംസാരിക്കരുത്. ഇപ്പോൾ ചുറ്റിനും ആൾക്കാർ ഇരിക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരെയും നോക്കിയിട്ട് ഇങ്ങനെ സംസാരിക്കണം. അത് സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ, പിന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി, നമ്മൾ ഇടയ്ക്ക് തെറ്റിപ്പോവാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. നമ്മൾ ഇൻ്റർവ്യൂവിന് എന്തെങ്കിലും പറയുകയാണെങ്കിൽ സോറി അബൌട്ട് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. ബട്ട് മേക്ക് ഷുവർ ടു ഡു യുവർ ബെസ്റ്റ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. അത് കഴിഞ്ഞിട്ട് അഥവാ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ദിസ് ഇസ് നോട്ട് ദ എൻഡ് ഓഫ് ദ ലൈഫ് ഓർ ദിസ് ഇസ് നോട്ട് ദ എൻഡ് ഓഫ് യുവർ കരിയർ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്കും ഒരു ഇൻ്റർവ്യൂവിന് മുമ്പിലും അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷന് മുമ്പേയും അവർക്കൊരു സ്ട്രെസ്സ് ബിൽഡ് ആവാതിരിക്കട്ടെ. ഇനി അഥവാ ബിൽഡ് ആവുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ടിപ്സും ടെക്നിക്സും ഒക്കെ ഉപയോഗിച്ച് സ്ട്രെസ് എല്ലാം കുറയ്ക്കാൻ പറ്റട്ടെ. ഇതെല്ലാം ചെയ്തിട്ടും നിങ്ങൾക്ക് അഥവാ സ്ട്രെസ്സ് നിങ്ങൾക്ക് ക്യാപ്റ്റിവേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ റിമെമ്പർ ഇറ്റ്സ് ടൈം ടു സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ്. കാരണം നമ്മൾ ഇതെല്ലാം ഒരു ജനറിക് ആയിട്ടാണ് പറയുന്നത്. ഇതൊന്നും ചെയ്തിട്ട് നിങ്ങൾക്ക് മാറുന്നില്ലെങ്കിൽ ട്രസ്റ്റ് മീ, ദർ ഇസ് സം ഡീപ്പർ ഇഷ്യൂ ഇൻസൈഡ് യു ദാറ്റ് നീഡ്സ് ടു ബി അഡ്രസ്. നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു ഹിഡൻ ഫിയറോ അല്ലെങ്കിൽ ഒരു ട്രോമ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര അധികം സ്ട്രെസ്സ് ബിൽഡ് ആവുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. നിങ്ങൾക്കൊപ്പം സിന്ധു നന്ദകുമാർ, കോർപ്പറേറ്റ് സൈക്കോളജിസ്റ്റ്,
@ആത്മസൂത്ര മൈൻഡ് കെയർ. താങ്ക് യു.